അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 127. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا أقسم بهذا البلد وأنت حل بهذا البلد صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ബലദിലെ ഓരോ ആയത്തുകളും വിശദമായി വിശദീകരിച്ചു തുടങ്ങുകയാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ലാ, നബിയെ തങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരിക്കലും മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല. ലാ, കാര്യം അങ്ങനെയല്ല. ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്തു പ്രഖ്യാപിക്കുകയാണ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നബിയെ തങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങി താമസിച്ചുകൊണ്ടിരിക്കെ തങ്ങളുടെ പാദസ്പർശനം കൊണ്ട് ഈ നാട് അനുഗ്രഹീതമാണ്, മക്ക എന്ന പുണ്യഭൂമി അനുഗ്രഹീതമാണ് എന്ന നിലയിൽ ഈ രാജ്യത്തെ പിടിച്ച് സത്യം ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ സത്യം ചെയ്തു പറയുകയാണ്. മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. അതായത് ഈ സൂറയിൽ ഈ സത്യവാചകങ്ങൾ കഴിഞ്ഞാൽ കടന്നുവരുന്ന വാക്ക് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ്റെ മേൽ ആർക്കും ആവതില്ല, കഴിവില്ല, അവനെ ഒതുക്കാൻ ഒരാൾക്കും അവനെ പിടിച്ചു കെട്ടാൻ കഴിയില്ലെന്ന് കരുതിയോ? തെറ്റാണ് എന്നാണ്. ലാ, കാര്യം മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല, കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് പിന്നീട് ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയാനുള്ള കാരണം, നേരെ ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ മക്ക എന്ന പുണ്യഭൂമിയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാകും അർത്ഥം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് മഴനയല്ലേ, അർത്ഥമല്ലേ വരുന്നത് എന്ന് പലപ്പോഴും ഖുർആനിനെ വിമർശിക്കുന്നവർ പറയാറുണ്ട്. എന്നാൽ അവിടെ പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഒന്ന്, ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന അർത്ഥപ്രകാരം തന്നെ ഈ പുണ്യഭൂമിയാകുന്ന മക്കയെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. ഇത് മക്കയെ പിടിച്ച് സത്യം ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതല്ലാതെ തന്നെ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. അതുപോലെ തന്നെ ലാ ഉഖ്സിമു എന്ന് പറഞ്ഞെടുത്ത് ലാ എന്ന് പറയുന്നത് പദത്തിൻ്റെ ഘടനയിൽ കൂടുതലായി, അറബിയിൽ പറഞ്ഞാൽ സായിദയായി വന്നതാണ്. ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെയൊക്കെ പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആ വലിയ സ്വീകാര്യതയെ സംശയിപ്പിക്കുന്ന വിധം എന്തെങ്കിലുമൊക്കെ ചില പോരായ്മകൾ അതിൽ തോന്നിയേക്കാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി തങ്ങൾ ഈ സ്ഥലത്ത് മുഖ്താറാക്കി തെരഞ്ഞെടുത്ത അഭിപ്രായം നമുക്ക് കാണാം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് ലാ റദ്ദുൻ അലൈഹിം. ഇത് അവരുടെ മേൽ റദ്ദാണ് എന്ന് പറഞ്ഞാൽ അവരെ തിരുത്തുകയാണ് ഈ ലാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നത് അടുത്ത ഒരു വാക്കായി. ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞു, വ അമ്മാ മൻ ഖാല ഇന്നഹാ റദ്ദുൻ
ലാ എന്ന് പറഞ്ഞത് റദ്ദാണ്, നമ്മുടെ ധാരണയെ തിരുത്തലാണ്. മനുഷ്യൻ വിചാരിക്കുന്നത് പോലെ അല്ല എന്നാണ് ലാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ മുഫസ്സിറുകൾ ഫഹുവ ഖൗലുൻ ലൈസ ലഹു റദ്ദ്, അതൊരിക്കലും തള്ളപ്പെടാൻ പറ്റാത്ത വാക്കാണ്. റദ്ദാണെന്ന് പറഞ്ഞ അഭിപ്രായം റദ്ദ് ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ കാരണം ലി അന്നഹു യസിഹു ബിഹിൽ മഅന, അർത്ഥം അങ്ങനെ പറയുമ്പോൾ ശരിയാവുന്നു എന്നത് മാത്രമല്ല, അർത്ഥം ശരിയാവുന്നുണ്ടെന്ന് മാത്രമല്ല, വയതമക്കനുൽ ലഫ്ദു വൽ മുറാദ്, പദവും ഉദ്ദേശ്യവും എന്ന് പറഞ്ഞാൽ പദവും അർത്ഥവുമൊക്കെ റെഡിയായി വരുന്നുണ്ട് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൗലുഹു ലാ റദ്ദുൻ ലിമാ തവഹമൽ ഇൻസാൻ അൽ മദ്കൂറു ഫീ ഹാദിഹി സൂറ, ഈ സൂറയിൽ മനുഷ്യന്റെ ഒരു ധാരണയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അൽ മഗ്റൂറു ബിദ്ദുന്യ, ദുന്യാവ് കൊണ്ട് വഞ്ചിതനായ മനുഷ്യന്റെ ധാരണയെക്കുറിച്ച്, അതിനെ തിരുത്തുകയാണ് ലാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഐ ലൈസൽ അംറു കമാ യഹ്സബുഹു, കാര്യം മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയല്ല. മിൻ അന്നഹു ലൻ യഖ്ദിറ അലൈഹി അഹദ്, അവൻ്റെ മേൽ ഒരാൾക്കും കഴിവില്ല, അവനെ ഒതുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നതല്ല യാഥാർത്ഥ്യം. എല്ലാറ്റിൻ്റെയും മുകളിൽ പടച്ച റബ്ബുണ്ട് എന്നതാണ്. അതിന് അല്ലാഹു സത്യം ചെയ്യുകയാണ്, ലാ ഉഖ്സിമു, ലാ ഒരിക്കലും അങ്ങനെയല്ല, ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ പുണ്യരാജ്യത്തെ പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇത് ഉമ്മുൽ ഖുറയായ രാജ്യങ്ങളുടെ മാതാവായ മക്കയെ പിടിച്ചുകൊണ്ടാണ് അല്ലാഹു ഈ സത്യം ചെയ്യുന്നത്. ബിഹാദൽ ബലദ് ഹിയ മക്ക അജ്മഉ അലൈഹി, അതാണ് എന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായ അർത്ഥം? വ അൻത ഹില്ലും ബിഹാദൽ ബലദ് എന്നതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ, നബിയെ തങ്ങൾ ഈ രാജ്യത്ത് ഇറങ്ങി താമസിച്ചിരിക്കെ ഈ രാജ്യത്തെ കൊണ്ട് നാം സത്യം ചെയ്യുന്നു എന്ന് പറയുമ്പം, ഐ ഉഖ്സിമു ബിൽ ബലദിൽ ഹറാം, ഈ പരിശുദ്ധ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അല്ലദീ അൻത ഫീഹി, തങ്ങളുള്ള ഈ രാജ്യത്തെ കൊണ്ട്. ലികറാമതിക അലയ്യ വഹുബ്ബി ലക്, തങ്ങൾക്ക് എൻ്റെ അടുത്തുള്ള ബഹുമാനവും അതുപോലെ തന്നെ എനിക്ക് തങ്ങളോടുള്ള സ്നേഹവുമൊക്കെയാണ് അതിന് കാരണം. വാസിത്തി തങ്ങൾ പറയുന്നത് കാണാം, ഐ നഹ്ലിഫു ലക ബിഹാദൽ ബലദില്ലദീ ശറഫ്തുഹു ബിമകാനിക ഫീഹി ഹയ്യൻ വബറകതിക മയ്യിത, തങ്ങൾ ജീവനോടെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ അനുഗ്രഹിച്ച രാജ്യം കൊണ്ട് സത്യം ചെയ്യുന്നു. വബറകതിക മയ്യിത, മരിച്ചതിൻ്റെ ശേഷം അങ്ങയുടെ ബറക്കത്തുകൊണ്ട് അനുഗ്രഹീതമായ ആ രാജ്യത്തെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അൽ മദീന, യഅനിൽ മദീന, അപ്പോൾ മദീനയാണ് ഉദ്ദേശിക്കുന്നത്. മദീനയിൽ മുത്തുനബി ജീവിക്കുകയും അവിടെ വഫാത്തായി കിടക്കുകയും ഇപ്പോഴും ഹബീബിൻ്റെ ഷറഫാക്കപ്പെട്ട ബോഡിയുള്ള മദീനയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. തങ്ങൾ ഇറങ്ങി താമസിക്കുന്ന രാജ്യത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്. അത് മക്കയുമാവാം മദീനയുമാവാം. ഇപ്പോഴും മുത്തുനബി ഉള്ളത് മദീനത്താണല്ലോ. അപ്പൊ അതാണ് അതിൻ്റെ അർത്ഥം എന്ന് വാസിത്തി പറയുമ്പോൾ, ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി അഭിപ്രായങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, വൽ അവ്വലു അസഹു, ആദ്യം പറഞ്ഞതാണ് കൂടുതൽ ശരി. ഇപ്പോഴും ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ബോഡിയുള്ളത് മദീനത്താണെന്ന് നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ അർത്ഥത്തിന് കൂടുതൽ സാധ്യത കാണുന്നുണ്ടെങ്കിലും, ലി അന്ന സൂറത നസലത് ബി മക്ക ബിത്തിഫാഖ്, ഈ സൂറ മക്കയിൽ വെച്ച് ഹിജ്റയുടെ മുമ്പിലാണ് അവതരിപ്പിച്ചത്, മക്കിയാണ്, ഹിജ്റയുടെ മുമ്പ് അവതരിച്ചതാണ് എന്നതുകൊണ്ട് അത് മക്കയാണെന്നത് തന്നെയാണ് അസഹ്, കൂടുതൽ പ്രബലമായ അഭിപ്രായം അതാണ്. അപ്പോൾ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞാൽ മക്ക തന്നെ, ഈ പുണ്യ രാജ്യമാകുന്ന മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാജ്യത്ത് ഇറങ്ങി താമസിച്ചിട്ടുണ്ട് എന്നാ തുടർന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യാൻ കാരണം ഇമാം ബൈളാവി തങ്ങൾ പറയുന്നു, വഖയ്യദഹു ബിഹുലൂലി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി താമസിച്ചു എന്ന ഒരു ഖൈദ്, അങ്ങനെ ഒരു വിശേഷണം ഇവിടെ പറയാനുള്ള കാരണം ഇൽഹാറൻ ലിമസീദി ഫദ്ലിഹി വഇശ്ആറൻ ബിഅന്ന ശറഫൽ മകാനി ബിശറഫി അഹ്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വ്യക്തമാക്കാനാണ്. തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ മക്കൾക്ക് ബഹുമാനം കിട്ടിയത് എന്നല്ല, സ്ഥാനത്തിന് ബഹുമാനം കിട്ടുന്നത്, സ്ഥലത്തിന് ബഹുമാനം കിട്ടുന്നത്
ആ സ്ഥലത്തെ ആളുകൾക്ക് ബഹുമാനം കിട്ടുമ്പോഴാണ് എന്ന് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇമാം ബൈളാവി തങ്ങൾ ഈ അർത്ഥം പറഞ്ഞു. അതുപോലെ തന്നെ ഇതേ അർത്ഥം ഇസ്മാഈൽ ഹഖി റളിയല്ലാഹു അൻഹു പറഞ്ഞു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വഅൻത ഖിതാബുൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംത എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അഭിസംബോധനയാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു വൽ ഹിൽ, ഹിൽ എന്ന് പറഞ്ഞാൽ ബിമാനൽ ഹാൽ, ഇറങ്ങി താമസിക്കുന്നയാളാണ്. വഅൻത ഹാലുൻ എന്നാണ് അർത്ഥം. നാസിലും ബിഹ, തങ്ങളവിടെ ഇറങ്ങി താമസിക്കുന്നയാളാണ് എന്നാണ്. ഇങ്ങനെ നബിതങ്ങൾ താമസിക്കുന്നത് കൊണ്ട് പ്രത്യേകം നബിതങ്ങൾ താമസിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞതിന്റെ ലക്ഷ്യം എന്താണ്? മഹാനവറുകൾ പറയുന്നു ഇൽഹാറൻ ലി മസീദി ഫളിഹ, ആ മക്കയുടെ മഹത്വം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. കാരണം എന്താ? ബഅദ അൻ കാനത് ശരീഫതൻ ബിനഫ്സിഹ, സ്വയം ഷറഫുള്ളതാണ് മക്ക എന്നതിൻ്റെ ശേഷം, സ്വയം ഷറഫുള്ളതാണ് മക്ക എന്നതിൻ്റെ പുറമെ സാദ ഷറഫുഹാ ബിഹുലൂലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ അശരീഫ്, തിരുനബിയുടെ മഹത്തായ സാന്നിധ്യം കൊണ്ട് അതിൻ്റെ മഹത്വം വർദ്ധിച്ചിരിക്കുന്നു. കാരണം ഫമാല ഷറഫ ഫീഹി യഹ്സുലു ലഹു ഷറഫും ബിശറഫിൽ മക്കീൻ, തീരെ മഹത്വമില്ലാത്തതിൽ മഹത്വമുള്ളത് ഇറങ്ങുമ്പോൾ, മഹത്വമുള്ളതിൻ്റെ സാന്നിധ്യം കൊണ്ട് മഹത്വമില്ലാത്തതിന് മഹത്വം വരാറുണ്ട്. വമാ ഫീഹി ഷറഫുൻ ദാത്തിയുൻ, സ്വന്തമായി മഹത്വമുള്ള വസ്തുക്കൾ, യഹ്സുലു ലഹു ബിശറഫിൽ മക്കീൻ, മഹത്വമുള്ള വസ്തുക്കൾ അവിടെ സ്ഥാനം പിടിക്കുമ്പോൾ, അവിടെ ഇറങ്ങി താമസിക്കുമ്പോൾ ഷറഫുൻ സായിദുൻ, അതിന് കൂടുതൽ മഹത്വം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫമഹില്ലു ഖദമഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുപാദങ്ങൾ സ്പർശിച്ച സ്ഥലം കമക്ക വൽ മദീന വഗൈരിഹിമ, സൂറത്ത് മക്കിയയാണെന്നതുകൊണ്ട് മാത്രമാണ് ഇതുകൊണ്ട് മക്ക എന്ന് നമ്മൾ പിടിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഇന്നും മുത്തുനബിയുടെ ഷറഫാക്കപ്പെട്ട ബോഡിയുള്ള മദീനയും, അതുപോലെ തന്നെ മക്ക എന്ന് പറയുന്ന നബിതങ്ങളുടെ ഖദമുകൊണ്ട് പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണും, അതൊക്കെ യംബഗി അൻ യുഹാഫള അലാ ഹുർമത്തി, അതിൻ്റെ ഹുർമത്ത്, ബഹുമാനം എന്നും കീപ്പ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് റൂഹുൽ ബയാനിൽ ഇസ്മാഈൽ ഹഖിയും പറഞ്ഞത് കാണാം. അപ്പോൾ എന്താണ് മക്കൾക്ക് സ്വന്തമായുള്ള പവർ? ഇൻഷാ അല്ലാ നമുക്ക് പിന്നീട് പറയാം, അടുത്ത ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്താം. മക്കയുടെ പവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം പറയാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.